തിരിച്ചു വരാം മെഡിടോക്ക് ട്യൂസ്ഡേ ലൈവിലേക്ക്. ദന്തചികിത്സാ രംഗത്തെ അതിനൂതന പ്രവണതകളെക്കുറിച്ചാണ് ഇന്ന് മെഡിടോക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നു ഇന്ത്യൻ ഡെന്റിസ്റ്റ് റിസർച്ച് ആൻഡ് റിവ്യൂ എന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ സിബി സേവ്യർ. ഡോക്ടർ, നമ്മൾ പ്രസിഷനെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുണ്ടായി. ഓരോ മാർജിനിലും കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന നല്ല ക്രൗണുകളെ ഡെലിവർ ചെയ്യാൻ ഇത്തരത്തിലുള്ള പുതിയ സ്കാനിങ് സിസ്റ്റത്തിന് പറ്റുമെന്നുള്ളത്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുഖം നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സൗന്ദര്യത്തിൻ്റെ ആസ്പെക്റ്റിൽ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ പ്രായം പലപ്പോഴും ഒരു വില്ലനായിട്ട് കടന്നു വരാറുണ്ട്. പ്രായത്തെ അതിജീവിക്കാൻ, ഈ പ്രായത്തെ വെല്ലാൻ എന്തൊക്കെ അമ്പുകളാണ് ഒരു ദന്ത ഡോക്ടറുടെ ആവനാഴിയിൽ ഉള്ളത്? ഡോക്ടർ മനോജ് പറഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ പ്രായത്തെ വെല്ലാനായിട്ട് നമ്മുടെ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഫുൾ ഡെഞ്ചർ മുതൽ നോക്കിക്കഴിഞ്ഞാൽ പ്രായത്തെ വെല്ലാൻ ഒരു ഉപാധിയായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഫുൾ സെറ്റ് പല്ലുകൾ, അതാണ് പ്രായത്തെ വെല്ലാൻ വേണ്ടി നമ്മൾ ആദ്യകാലങ്ങളിൽ തൊട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സങ്കേതം. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ ഒരാൾ പോകുന്നത് മിക്കപ്പോഴും പ്രായത്തെ വെല്ലുന്ന രീതിയിൽ മുഖത്തിനൊരു മേക്കപ്പ് കൊടുക്കാനായിരിക്കും. ഡെന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ പ്രചാരം ശ്രദ്ധിച്ചു വരുന്ന ഒരു ചികിത്സാ രീതി സൗന്ദര്യവർദ്ധക ദന്തചികിത്സയിൽ വരുന്ന ഒരു ഉപാധി ബോട്ടോക്സ് ഇഞ്ചക്ഷനാണ്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കൊടുക്കുവാനായി ഡെന്റിസ്റ്റിന് ലൈസൻസ്ഡ് ആണ്, ഡെന്റിസ്റ്റിന് അത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മുഖത്തെ ചുളിവുകൾ മാറ്റാൻ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ അത് ഡെന്റിസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോസേജുള്ള വയലുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത് മുഖത്തിൽ ചുളിവുകളുള്ള ഭാഗത്തിൽ ആവശ്യാനുസരണം ഇഞ്ചെക്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ചുളിവുകൾ കുറഞ്ഞു കിട്ടുന്നു. പക്ഷേ അതൊരു റിവേഴ്സിബിൾ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ്. 6-7 മാസം കഴിയുമ്പോൾ വീണ്ടും അത് ചെയ്യേണ്ടി വന്നേക്കും. എങ്കിൽ കൂടി മുഖത്തെ ചുളിവുകൾ മാറ്റി പ്രായം കുറച്ച് കാണണമെന്ന ആവശ്യമുള്ളവർക്ക് യഥാസമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ സങ്കേതമാണ്. നമ്മൾ ബ്ലീച്ചിങ് ചെയ്യുന്ന പോലെ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. പിന്നെ വേറെന്നുള്ളത് പ്രായഭേദമന്യേ ആളുകൾക്ക് എപ്പോഴും പ്രയാസമുള്ള ഒരു സംഭവമാണ് പല്ലിന് നിറമില്ല. അത് പ്രായം കൂടുന്നതിനനുസരിച്ച് നിറം കുറഞ്ഞു വരികയും ചെയ്യും, കൽസിഫിക്കേഷൻ്റെ ഇഷ്യൂസൊക്കെ കാരണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ടൂത്ത് വൈറ്റനിങ് എന്നുള്ള ഉപാധികൾ വളരെ പ്രചാരം ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അത് പല്ലിന് ആപൽക്കരമല്ലാത്ത ടൂത്ത് വൈറ്റനിങ് ഉപാധികൾ. അത് ഇൻ ഓഫീസ് ബ്ലീച്ചിങ് ഉണ്ട്, വീട്ടിൽ പോയി ചെയ്യാവുന്ന ഹോം ബ്ലീച്ചിങ് ഉണ്ട്. ഇൻ ഓഫീസ് ബ്ലീച്ചിങ്ങിലാണെങ്കിൽ ഡോക്ടർക്ക് രോഗി വരുന്നു, അത് പക്ഷേ ഡോക്ടർ മരുന്നും ചെയ്തിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് പല്ലിൽ വേണ്ട സംഗതികളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പ്രത്യേക ലൈറ്റ് അടിക്കുന്നു, ക്യൂർ ചെയ്യുന്നു, പല്ല് വെളുത്തിട്ട് രോഗി പോകുന്നു. ഓക്കെ. അതുപോലെ ഉണ്ടാകുന്ന ചെറിയ പൊട്ടലുകളും ചെറിയ ചിപ്പുകളും ഒക്കെ മാറ്റാനുള്ള വിനീർ ചികിത്സയാണെങ്കിൽ ഇപ്പോൾ പല്ലിൻ്റെ രൂപം മാറ്റണം, അല്ലെങ്കിൽ പല്ലിൻ്റെ പുറമേക്കുള്ള അപ്പിയറൻസ് ഒന്ന് നന്നാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പല്ലിൻ്റെ മുകളിൽ വളരെ തിന്നായിട്ട് സെറാമിക് വെച്ചിട്ട് ഒരു കോട്ടിങ് കൊടുത്താൽ അത് സെറാമിക് വിനീറായി. സെറാമിക് ഉപയോഗിച്ചിട്ട് നമ്മൾ ലാബിൽ അയച്ച് ഈ കാഡ്കാം ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് ലാബിൽ അയച്ചു, ലാബിൽ നിന്ന് വെനീർ വരുന്നു, ഡോക്ടർ അത് വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഒന്നത്. രണ്ടാമത് ഇൻ ഓഫീസ് ചെയ്യാൻ സാധിക്കും നമുക്ക് കോമ്പോസിറ്റ് റെസിൻ ഉപയോഗിച്ചിട്ട് പല്ലിൻ്റെ രൂപഘടന ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വെച്ചിട്ട് രോഗിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. പല്ലിൻ്റെ ഉപരിതലത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് കറക്റ്റഡ് ആവും. ഓക്കെ. ഡോക്ടർ, കുറച്ചും കൂടെ ഈ മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ വായിലുണ്ടാകുന്ന ഇത്തിൾ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റാതിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും മറ്റ് സിസ്റ്റമിക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ സങ്കേതങ്ങളെ ഉപയോഗിച്ച് ഒരു നല്ല ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഡെൻ്റൽ ഫ്ലോസിങ് എന്ന് പറയുന്ന ദന്ത ശുചീകരണ രീതി നമ്മൾ പല ആളുകളും അവലംബിക്കുന്നില്ലെങ്കിൽ കൂടി ടൂത്ത് ബ്രഷ് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഡെൻ്റൽ ഫ്ലോസിംഗ് ആണ്. പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ പോകാതെ നമ്മൾ ഫ്രണ്ടിലുള്ള അഴുക്കുകൾ മാത്രമാണ് ശരിക്കും നോർമൽ ബ്രഷിങ് കളയുന്നുള്ളൂ. ഡെൻ്റൽ ഫ്ലോസിങ്ങും ടൂത്ത് ബ്രഷിങ്ങും പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പ്ലാക്കിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുക എത്രയും പെട്ടെന്ന്. പ്ലാക്ക് ഇരുന്നാൽ സാധാരണ പ്ലാക്കിനെ കുറിച്ച് അധികം പേര് ബോധേഡ് അല്ലെങ്കിൽ കൂടി പ്ലാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാൽവുലാർ ഡിസീസ് ഉള്ള രോഗികൾ, ഹൃദയത്തിന്, അതേപോലെ രക്തത്തിൽ ഏതെങ്കിലും കാരണവശാൽ ചില ബാക്ടീരിയകൾ നമ്മുടെ രക്തചംക്രമണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലോട്ട് ഉണ്ടാകുന്ന ആപൽക്കരമായ സ്ഥലങ്ങളിൽ
ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതൊരു രോഗാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ചില കാര്യങ്ങളാണ് പല്ല് തേക്കുന്നതിനകത്ത് വരുത്തുന്ന അനാസ്ഥ. ഓക്കെ, പല്ല് ശരിക്ക് തേക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ. ഓക്കെ, അതെന്തുകൊണ്ടാണ് പ്ലാക്കിലുള്ള ബാക്ടീരിയ അവിടെ പോയി പ്ലേറ്റ്ലെറ്റുമായിട്ട് ചേർന്ന് ക്ലോട്ട് ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് പരിപൂർണമായി അറിഞ്ഞാൽ അതിനുള്ള ക്യൂർ പെട്ടെന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിയപ്പെടുന്ന ഒരു രോഗിക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക് കവറിൽ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അല്ലാതെ ഒരു രക്തത്തിലേക്ക് ബാക്ടീരിയ കലരേണ്ട ഒരു സാഹചര്യം രോഗി പല്ല് തേക്കുമ്പോഴെപ്പോഴും ഉണ്ടായാൽ കൂടി അതും ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഓക്കെ, ഇത്തരത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന അഡ്വാൻസ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡെൻറ്റിസ്റ്റുകൾ അറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അപ്പം പഠിച്ചിറങ്ങുന്ന സമയത്തുണ്ടായ അറിവുകളല്ല ഇന്നുള്ളത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നതിൽ അങ്ങയുടെ മാഗസിൻ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ IDRR ഒക്കെ പോലത്തെ സംഘടനകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ പബ്ലിക്കേഷൻ 98 തുടങ്ങി. അതിനുശേഷം പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ്റെ അജണ്ട തന്നെ ഇന്ത്യയിലുള്ള ഡോക്ടേഴ്സിന് ലോകമാസകലമുള്ള ചികിത്സാ രീതികളും ലോകമാസകലം ഉപയോഗിക്കുന്ന ചികിത്സാ സങ്കേതങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ IDRRൻ്റെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ വിങ് ഇന്ത്യയിൽ പല നഗരങ്ങളിലും UAE-യിൽ ദുബായിലും ബഹ്റൈനിൽ മനാമയിലും വെച്ച് തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ഡോക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഇൻ്റർനാഷണൽ പൂൾ ഓഫ് ഫാക്കൽറ്റി IDRRൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫാക്കൽറ്റി എന്നുള്ള ഡോക്ടേഴ്സ് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഏറ്റവും നൂതനമായ കാര്യങ്ങൾ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ അധികവും വിശ്വസിക്കുന്ന സെമിനാർ കൊടുക്കുന്നതിനെക്കാട്ടിലും ഹാൻഡ്സ് ഓൺ കോഴ്സസ് കൊടുക്കുകയാണ്. ഡോക്ടേഴ്സിന് ഒരു സങ്കേതം അവർക്ക് പരിശീലിച്ച് പഠിക്കുവാനുള്ള ടെക്നോളജി, ആ ഹാൻഡ്സ് ഓൺ സെഷൻസിനുള്ള സർവ്വവിധ സാങ്കേതികതകളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് വന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും സെൻറ്ററിൽ പോയി കഴിഞ്ഞാലും അവർക്ക് ആ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനോട് കൂടി ആ ഒരു പ്രൊസീജിയർ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. പണ്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നൂതന സങ്കേതങ്ങൾ പഠിക്കാം. അവർക്കത് പ്രാക്ടീസിൽ രോഗികൾക്ക് വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ നടത്തുന്ന ഇതുപോലത്തെ പ്രോഗ്രാമുകളുണ്ട്, ഇതുപോലത്തെ ക്ലാസ്സസ് ഉണ്ട്. IDRR അങ്ങയുടെ സംഘടന നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മുടെ നാട്ടിലെ ദന്ത ഡോക്ടർമാർ മാക്സിമം ഉപയോഗിക്കുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഡോക്ടർമാർ അതവരുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാറുണ്ട്. ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന രോഗികൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാറുമുണ്ട്. ഉപയോഗിക്കാത്ത ഡോക്ടർമാർ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എപ്പോഴും റിഫൈൻഡ് ആയിരിക്കുന്നതിൽ നിന്നും വിമുഖത കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും 95% ഡോക്ടർമാരും എൻ്റെ അഭിപ്രായത്തിൽ പുതിയ അറിവുകൾ അവരുടെ പ്രാക്ടീസിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് എത്ര പ്രായം കൂടിയ ഡോക്ടറായാലും എത്ര പ്രായം കുറഞ്ഞ ഡോക്ടറായാലും എൻ്റെ അനുഭവത്തിൽ ഞാനതാണ് കാണുന്നത്. ഓക്കെ, മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡോക്ടറാണെങ്കിലും ഡെൻ്റൽ ഡോക്ടറാണെങ്കിലും ഇപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളോ നടത്തുന്ന ഒരു കോൺഫറൻസിൽ പോയിട്ടാണ് പല കാര്യങ്ങളും അറിയുന്നതും പിന്നീട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും. ഇപ്പോൾ അതിൽ തന്നെ ഈ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടൽ പലപ്പോഴും കുറവാണ്. കാരണം അവിടെ അതിനുള്ളൊരു സൗകര്യം ഉണ്ടായിക്കോളണമെന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലുള്ള ഒരുപാട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഡോക്ടർമാർക്ക് പ്രയോജനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും അത് പ്രയോജനമാണ്. അങ്ങയുടെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് കോൺഫറൻസ് ജൂലൈയിലാണ് അല്ലേ? ജൂലൈയിലാണ്. ഇത്തരത്തിലുള്ള കോൺഫറൻസസ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇതൊക്കെ തന്നെയാണോ? കോൺഫറൻസുകൾ നടത്തുമ്പോൾ IDRR സാധാരണ ശ്രദ്ധിക്കാറുള്ളത് എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടാവും. എന്താണ് പഠിക്കാൻ ആഗ്രഹമുള്ളത്? ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ലോകത്തിൽ ആസകലം നടക്കുന്ന എല്ലാവിധ ദന്തചികിത്സകളെക്കുറിച്ചും നമ്മുടെ എല്ലാ ഡോക്ടർമാർക്കും വളരെ അവയർനെസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും പുതിയ സാങ്കേതികതകൾ അഭ്യസിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെൻ്റൽ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമുണ്ടാവും. അതിൽ ട്രെയിനിങ് ഉള്ള വേറെ ഡോക്ടേഴ്സ് ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ IDRR ചെയ്യുന്ന ഒരു സേവനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവരുന്ന മാനുഫാക്ചറേഴ്സിനെയും കൂടി സംയോജിപ്പിച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. ഒരിക്കലും ഡെൻറ്റിസ്ട്രിക്ക് മെറ്റീരിയൽ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെടാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള ഡോക്ടർമാരെ അറിയാമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ സോഴ്സിൽ നിന്ന് തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ഏതൊരു പ്രൊഡക്റ്റിനാണോ അവർക്ക് ട്രെയിനിങ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏത് ചികിത്സാ സാങ്കേതികതയാണോ അവർക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിനുള്ളൊരു സാഹചര്യം
ഇപ്പോൾ ഇത്തവണ കോൺഫറൻസിൽ ഏകദേശം 40ഓളം ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നുമായിട്ട്. ഓരോ ശാഖയിലും പ്രാവീണ്യമുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് വരുന്നു. അവർ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. അതിൽ തന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ പ്രാക്ടീസിനകത്ത് പുതിയ സംഗതികൾ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ജനങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം. അൾട്ടിമേറ്റ്ലി സൊസൈറ്റിക്കാണല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഇപ്പോൾ പണ്ടാണെങ്കിൽ നമ്മളൊരു സിൽവർ അമാൽഗം ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ പൂടടയ്ക്കുമായിരുന്നു. അതിൽ നിന്നും മാറി അത് വേണ്ട എന്നൊരു കൺസെപ്റ്റായി. ഇന്നാണെങ്കിൽ അത് തീർത്തും എടുക്കാത്ത ആളുകൾ തന്നെയാണ് അധികവും. ജനങ്ങൾ തന്നെ എനിക്കത് വേണ്ട എന്ന് പറയുന്ന രീതിയിലായി. ഇപ്പോൾ കോമ്പസിറ്റ് ആണെങ്കിൽ തന്നെ പല്ലിന് നിറമുള്ള ഫില്ലിംഗ് ആണെങ്കിൽ തന്നെ അതിൽ തന്നെ നാനോ ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇത്തരം ടെക്നോളജികളൊക്കെ ശരിക്കും ഉപയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൽ ചവച്ചരയ്ക്കുന്ന ഭാഗത്ത് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട ടൂത്ത് ക്ലഡ് ഫില്ലിങ്സിൻ്റെ കണ്ടൻസും ഫില്ലേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതേസമയം മുൻവശത്തുള്ള കാഴ്ചയിൽ വരേണ്ട പല്ലുകൾക്കുണ്ടാകേണ്ട ആ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് എപ്പോഴും പോളിഷബിലിറ്റി കൂടുതലുള്ളതും കാഴ്ചയിൽ കറക്റ്റ് നാച്ചുറൽ അപ്പിയറൻസ് കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള മെറ്റീരിയലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ. ഈ പല്ലിന് കമ്പി ഇടുന്നതിൽ തന്നെ ഇപ്പോൾ പുറത്തോട്ട് കാണാത്ത രീതിയിലുള്ള കമ്പി ഇടുന്ന ചികിത്സാ സങ്കേതങ്ങളൊക്കെ ഇല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ കമ്പി ഇടുന്നത് പോലെ തന്നെ ലിംഗൽ ബ്രാക്കറ്റ്സ് ഉള്ളിൽ നിന്ന് ഇടുന്ന സങ്കേതമുണ്ട്. അപ്പോൾ പുറമേക്ക് നമുക്ക് ഈ ബ്രാക്കറ്റ്സ് കാണില്ല, ഉള്ളിലായിരിക്കും ആ പറഞ്ഞ നമ്മൾ സാധാരണ ബ്രേസസ് എന്ന് പറയുന്ന സംഭവം ഇരിക്കുക. ഉള്ളിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഡെന്റിസ്റ്റിന്. അങ്ങനത്തെ സങ്കേതങ്ങളുണ്ട്. പിന്നെ കമ്പി ഇടാതെ തന്നെ പല്ലും താത്താൻ പറ്റുന്ന സങ്കേതങ്ങളുണ്ട്. ഇൻവിസലൈൻ പോലെയുള്ളത്. ഇൻവിസലൈൻ്റെ ഒക്കെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ലിംഗൽ ബ്രേസസും സാധാരണ നോർമൽ ബ്രേസസും ഡോക്ടർ മനോജിനും അറിയാം, അത് സക്സസ്ഫുൾ ആണ്. കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് സമറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് വലിയൊരു ബാർബർ ഷോപ്പിലിരിക്കുന്ന പോലത്തെ ഒരു ചെയറിൽ നിന്നും ഒരാളെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ചൊരു പല്ലെടുത്തിൽ നിന്നും ഇന്ന് ഏറ്റവും ശീതീകരിച്ചൊരു മുറിയിൽ വളരെ വിശാലമായിട്ടും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരു രീതിയിൽ അങ്ങ് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മെഷീൻ കൊണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ഡെന്റിസ്ട്രി വളർന്നിരിക്കുന്നു അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഓക്കെ. ഇനിയും ശരിക്കും വളർച്ച ഉണ്ടെന്നാണോ? ഇനിയും വളർച്ചയുണ്ടാകും. കാരണം ശാസ്ത്ര സാങ്കേതികതകൾ എത്രത്തോളം വികസിക്കുന്നു അതിനനുസരിച്ചുള്ളൊരു വളർച്ച ഡെന്റിസ്ട്രിയിലും വന്നേ വെക്കൂ. ഡെന്റിസ്റ്റിൽ അത് വന്നുകൊണ്ടേയിരിക്കും. ഡെന്റിസ്ട്രി നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുടെ ചെറുപ്പകാലത്ത് കണ്ടിരുന്ന ആ ഒരു ചെറിയ ദന്ത ഡോക്ടർ എന്ന് പറയുന്ന ചെറിയൊരു മേഖലയിൽ നിന്നും പുറത്തേക്ക് വന്ന് ഡെന്റിസ്റ്റിന് ഇപ്പോൾ കൈവരിക്കാവുന്ന മേഖലകൾ വളരെ വിപുലമാണ്. ഒരു രോഗിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കൂടാതെ കോസ്മെറ്റിക് കാര്യങ്ങളിലായാലും ഫങ്ഷണൽ മര്യാദയ്ക്ക് ചവച്ച് അരച്ച് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ഈ എല്ലാ മേഖലകളിലും ഡെന്റിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ലോകമാസകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടുകാലത്തെ പല്ലെടുക്കലും പല്ലടയ്ക്കലും എന്ന് പറയുന്ന അതിൻ്റെ വളരെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഫോംസിലേക്ക് ഡെന്റിസ്ട്രിയും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിൽ നമ്മുടെ നാട്ടിലെ ദന്ത ഡോക്ടർമാരെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഡെന്റിസ്റ്റ് റിസർച്ച് ആൻഡ് റിവ്യൂ എന്ന മാഗസീനും അങ്ങയുടെ പ്രോഗ്രാമുകൾക്കും അങ്ങയുടെ കോൺഫറൻസിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ വന്നതിന് ഒരുപാട് നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ബ്രിട്ടനിൽ കഴിഞ്ഞൊരു 5 വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം 2 മില്യൺ ആളുകളാണ് അവരുടെ ജോലിയിൽ നിന്നും ഓഫ് എടുക്കേണ്ടി വന്നത്. കാരണം വളരെ ലളിതമാണ്, പുവർ ഓറൽ ഹെൽത്ത്, വായിലെ അസുഖങ്ങൾ കൊണ്ട് തന്നെ. ഇതുകൊണ്ട് തന്നെ മറ്റ് സിസ്റ്റമിക് അസുഖങ്ങൾ ഉണ്ടായതും ഒരുപാടാണ്. മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. പെട്ടെന്നുണ്ടാകുന്നൊരു തീരുമാനം, അതിൽ നിന്നാവാം പുതിയൊരു കണ്ടുപിടുത്തം. ക്ലോസ്വിറ്റ്സ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനുള്ള സമയം മുഴുവൻ സംശയിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന ചില തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഉള്ള കാരണങ്ങളാണ്. കാരണം ഇതാണ് കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമാവുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങളായിരിക്കണം നാളെയുടെ പ്രതീക്ഷ. ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ആരോഗ്യരംഗവും നിൽക്കുന്നത്. തിരിച്ചു വരാം ഇനി മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടുന്നതുവരെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.